എടയാർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിൽ ഇൻഡോ ജർമ്മൻ കമ്പനി മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. ഞങ്ങൾക്കും നിലനിൽക്കണം, ഞങ്ങൾക്കും ജീവിക്കണം എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന സമരം അലയൻസ് കൺവെയർ ജനറൽ മാനേജർ നൌഷാദ് പി ഉദ്ഘാടനം ചെയ്തു. എടയാർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയയിലെ അലയൻസ് മറൈൻ പ്രോഡക്ട്സ് എന്ന കമ്പനിക്കെതിരെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഇൻഡോ ജർമ്മൻ കമ്പനി മാനേജ്മെന്റ് നടത്തുന്ന ഗൂഢാലോചനയും സമരാഭ്യാസവും പ്രതിരോധിക്കുന്നതിനു വേണ്ടി അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളികൾ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. അലയൻസ് ഗ്രൂപ്പ് തൊഴിലാളി കൺവീനർ സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ ശശി CV സ്വാഗതം ആശംസിച്ചു. അലയൻസ് കൺവെയർ ജനറൽ മാനേജർ നൌഷാദ് പി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കും നിലനിൽക്കണം, ഞങ്ങൾക്കും ജീവിക്കണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇത്തരം സമരങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് അലയൻസ് തൊഴിലാളി പ്രതിനിധി അമൃത് ലാൽ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ IGCL തൊഴിലാളികൾ നടത്തുന്ന സമരം അന്യായവും അലയൻസ് ഗ്രൂപ്പിലെ നൂറുകണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള തൊഴിലാളി വർഗ വഞ്ചനയുമാണെന്ന് സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നു എന്നാണ് ഞാനിവിടെ നിന്ന് കേൾക്കുന്നത്. എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരം? കമ്പനി പൂട്ടിക്കാനല്ലെങ്കിൽ എന്തിനാണ് അലയൻസ് കമ്പനിയുടെ ഗേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? നിയമപ്രകാരമല്ല ഒരു കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിൽ സമരം നടത്തേണ്ടത് എവിടെയാണ്? പൊല്യൂഷനാണോ? അവിടെ നടത്തണം. ഗവൺമെന്റിന്റെ അധികാരികളാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണോ ഉത്തരവാദികൾ? അവിടെ നടത്തണം. എന്തേ മറ്റൊരു കമ്പനിയുടെ മുന്നിൽ സമരം നടത്തുന്നത്? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികളുടെ ചിന്ത പോകേണ്ടത് അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളിടത്തേക്കാണ്. അവരുടെ തന്നെ അവകാശങ്ങൾ നിഷേധിച്ച് ഈ കാരണം പറഞ്ഞ് അവരുടെ തന്നെ ആനുകൂല്യങ്ങൾ മാറ്റിമറിച്ച് ആ കമ്പനി പൂട്ടാനുള്ള നീക്കമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് ഇൻഡോ ജർമ്മൻ കമ്പനിയിലെ തൊഴിലാളികളാണ്. സ്വാഭാവികമായും അവരെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ തൊഴിലാളി വർഗ വഞ്ചകരായി മാറുന്നു അവർ. കാരണം അവർ ഇതിനെതിരെ സമരം നടത്തുമ്പോൾ, ഇതിനു മുന്നിൽ ധർണ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ അവരുടെ അവകാശങ്ങൾ, അവരുടെ നിലനിൽപ്പ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. അലയൻസ് കമ്പനി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ പറയും ഒരു സാമൂഹിക ദൗത്യമാണ്. ശരിയല്ലേ? നാട്ടിൽ മുഴുവൻ നിൽക്കുന്ന മാലിന്യങ്ങൾ അത് മുഴുവൻ സംസ്കരിച്ചെടുക്കുന്നില്ലേ? മാലിന്യങ്ങൾ സംസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ചില സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് അത്ര നല്ലല്ലോ ഉണ്ടാക്കുന്നതെന്ന് സ്വാഭാവികമാണ്, ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. പരസ്പര ക്ഷമയും സഹകരണവുമല്ലേ നമുക്ക് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, ആലുവ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,